CN നാസർ കൂടി ചേരുന്നുണ്ട്. നാസർ, ഇനി എന്ത് സംഭവിക്കും പശ്ചിമേഷ്യയിൽ? ഈ രീതിയിലുള്ള ഒരു ശക്തമായ പ്രത്യാക്രമണം ഇറാൻ കൂടി നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സംഘർഷം അല്ലെങ്കിൽ ഈ യുദ്ധം ലഘൂകരിക്കാനുള്ള സാധ്യതകൾ കൂടി ഇവിടെ അവസാനിക്കുകയാണ് എന്ന് കരുതണോ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു? ദിവ്യ, ഇതിൽ ഈ ഒരു പ്രതിസന്ധി തീർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു രാജ്യം ഒമാനായിരുന്നു. കാരണം അമേരിക്കയെയും ഇറാനെയും ഒരുമിച്ച് ചർച്ചയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു ആണവ കരാർ രൂപപ്പെടുത്തുന്നതിലൂടെ നിലവിലുള്ള ഈ രാഷ്ട്രീയ സൈനിക സംഘർഷത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒമാൻ നേതൃത്വം ഇതിന് തുനിഞ്ഞിറങ്ങിയത്. അത് വലിയ തോതിൽ വിജയം കൈക്കൊള്ളുകയും ചെയ്തു. 4 വട്ട ചർച്ചകളിൽ കുറേയൊക്കെ പരസ്പരം പങ്കുവെക്കാനും കുറേയൊക്കെ ഒരു ധാരണയിലേക്ക് നീങ്ങാനും സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീടുള്ള ഏതാണ്ട് ഈ 6ാം വട്ട ചർച്ച നടക്കുമ്പോൾ അത് അത്ര ശുഭപ്രതീക്ഷയിലല്ല താനെന്ന് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും ഒമാന് ഈ അർത്ഥത്തിൽ പിന്തുണയും നൽകിയിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു രാജ്യത്തെ കടന്നാക്രമിക്കുകയും അവിടുത്തെ സൈനിക നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇനി കാര്യമായിട്ട് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥയിലേക്ക് മധ്യസ്ഥ രാജ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും അവരുടെ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ എന്ത് എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നയതന്ത്ര അനുരഞ്ജന പ്രശ്നപരിഹാരം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട വർഷങ്ങളിലൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിക്ഷേപ അവസ്ഥകളിലേക്ക് ഗൾഫ് മേഖല എത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ കുറെ കൂടി വളരെ മികച്ച ഒരു സാമ്പത്തിക സുസ്ഥിതി കൈവരിച്ച ഒരു സാഹചര്യമാണ്. ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെട്ടു. അമേരിക്കയുമായിട്ട് $1 ട്രില്യൺ കരാറിൽ ഒപ്പുവെച്ച് ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഗൾഫ് മേഖല വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാൻ സാധിക്കും, കുവൈത്ത് അധിനിവേശം സദ്ദാം ഹുസൈൻ നടത്തിയ സമയത്ത് 90കളിൽ രൂപപ്പെട്ട ഒരു അനിശ്ചിതാവസ്ഥ, അത് കഴിഞ്ഞിട്ട് 8 വർഷത്തോളം അതിന് മുമ്പ് തന്നെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം 80 മുതൽ 88 വരെ, തുടർന്ന് 90കളിലെ ഈ കുവൈത്ത് അധിനിവേശം, അത് കഴിഞ്ഞ് 2003 അമേരിക്ക നടത്തിയിരിക്കുന്ന ഇറാഖിനെതിരായിട്ടുള്ള സദ്ദാം ഹുസൈനെ പുറന്തള്ളാനുള്ള യുദ്ധം, അങ്ങനെ അത്തരം കലുഷിതമായിട്ടുള്ള അവസ്ഥകളൊക്കെയും മാറി ഏറെക്കുറെ ഒരു സമാധാന അവസ്ഥയിലേക്ക് വന്ന് അതിലാകെ കൂടി പ്രതിലോമപരമായിട്ട് നിലനിന്നത് ഗസ പലസ്തീൻ പ്രശ്നമായിരുന്നു. അതും പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഖത്തറിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ പോലും അവസാന വെടിനിർത്തലിനുള്ള തിരക്കിട്ട കൂടിയാലോചനകൾ അമേരിക്കയുമായി തുടരുന്ന അതേ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു തുറന്ന ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക് അത് കൊണ്ടുപോകുമെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാൻ സാധിക്കും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതിനർത്ഥം അത് പ്രത്യക്ഷമായി തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണ മേഖല മാത്രമല്ല, അത് പല നിലക്കും ഈ പൊതു ജീവിതത്തെ പോലും തകർക്കാൻ വലിയ സാധ്യതകളുണ്ട്. അത് ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു യുദ്ധവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥ രൂപപ്പെടുത്താൻ ഒമാൻ ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുകയും നടപ്പാക്കുകയും ചെയ്തത്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോലും ഈ ഒരു പ്രശ്നപരിഹാരത്തിന് അവർ ആത്മാർത്ഥമായിട്ടുള്ള നീക്കം നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെയും ഏറെക്കുറെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതിന് വ്യാപകമായ തിരിച്ചടിയല്ലാതെ തങ്ങൾക്ക് മുമ്പിൽ ഇനി മറ്റൊരു മാർഗവുമില്ല എന്ന് ഇറാൻ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ വ്യക്തമാക്കിയിരിക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി സ്വാഭാവികമായിട്ടും തങ്ങൾ ഒരു ആക്രമണത്തിന് വിധേയമായാൽ അമേരിക്ക കൂടെ ഉണ്ടാകുമെന്ന ഒരു ശുഭാപ്തി അവരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ പരിശോധിക്കേണ്ടത് റഷ്യയും ചൈനയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ്. കാരണം ഇറാനുമായിട്ട് വലിയ തോതിൽ ഇടപാടുകൾ നടത്തുന്ന, വലിയ തോതിൽ സൈനികമായിട്ട് പോലും സഹകരിച്ചു പോകുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് റഷ്യയും ചൈനയും എടുക്കുന്ന നിലപാടും ഇനി വളരെ നിർണായകമായിരിക്കും. നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു പരസ്യ യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രായേലും ഇപ്പോൾ കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ ഇറാൻ തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇനി എന്താകും പശ്ചിമേഷ്യയിലെ സ്ഥിതിവിശേഷം എന്ന് തന്നെയാണ് ആശങ്കയുണർത്തുന്ന ചോദ്യം.